ഉള്ളിലെ ദേവീ ചൈതന്യം ഭാഗ്യലക്ഷ്മി അറിയുന്നില്ല എന്ന് വേണം കരുതാൻ. ചെറിയമ്മാവൻ വിചാരിക്കുന്നത് പോലെ അവളെ ദേവി വഴിതെറ്റിച്ച് അടുക്കളവാതിൽ വഴി കൊണ്ടുവന്നതൊന്നുമല്ല. ചൊട്ടയിലെ ശീലം. വേലക്കാരിയായ അവളെ ഒരു നിമിഷം അമ്മയുടെ വളർത്തമകളാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. മുൻവാതിലൂടെ കയറി വരാനുള്ള അന്തസ്സും ശീലമൊന്നും അവൾക്കില്ല. എന്റെ മനസമാധാനം പോയിന്ന് പറഞ്ഞാ മതിയല്ലോ. പുറകുവശത്തൂടി അകത്ത് കയറിയ അവളുടെ ഭരണമായിരിക്കും ഇനി അവിടെ. അവള് ഭരിച്ചോട്ടെ. ഭരണം അതിര് കടന്നാൽ ഒരു പാപകർമ്മം കൂടി ഞാൻ അങ്ങോട്ട് ചെയ്യും. നരബലി. അത് എന്നെ കൊണ്ട് അവള് ചെയ്യിക്കും. അതാണ് വേണ്ടത്. കഴുത്തറുത്ത് ഹോമിക്കുക. അത് തന്നെയാ വേണ്ടത്. സമയം വരും. ആദ്യം അവൾ എവിടം വരെ പോകുമെന്ന് നോക്കാം. നരബലി എന്നാൽ കാളിയാടൻ ഒരു പൂ ഇറുക്കുന്ന നേരം മതി. ദേവീ ചൈതന്യമുള്ള ഭാഗ്യലക്ഷ്മിയുടെ ചോര മഹാകാളിക്ക് നീതിക്കും കാളിയാടൻ. നഷ്ടപ്പെട്ടു പോയ സ്വന്തം മകളെ തിരിച്ചു കിട്ടിയ അമ്മയെ പോലെയാ ഇപ്പൊ എന്റെ അമ്മ. അവളെ മടിയിലിരുത്തി ലാളിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് തന്നെ ആ യന്ത്രം അവിടെ നിന്നെടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ വിപരീത ഫലം ചെയ്യും. അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. മറ്റാരും കാണാതെ യന്ത്രം അവിടെ നിന്നെടുത്ത് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ അതവിടെ സ്ഥാപിച്ചവർക്കെതിരെ പ്രവർത്തിച്ചു തുടങ്ങും. എന്നിട്ട് 8 കാതം അകലെയുള്ള ഏതെങ്കിലും പൊട്ടക്കിണറ്റിലോ അല്ലെങ്കിൽ ക്ഷേത്രക്കുളത്തിലോ നിക്ഷേപിക്കണം. ഹലോ. ഹലോ, ഞാനാ സൈമൺ. വീട്ടിലെത്തിയോ സൈമ? എത്തി. അവിടെ എങ്ങനെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. സൈമൺ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ പോയത്, അത് കഴിച്ചു. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോണം സൈമ. അത് പറഞ്ഞപ്പോഴാ ബാംഗ്ലൂരിൽ നിന്ന് സാന്ദ്ര വിളിച്ചിരുന്നു. അവള് പരീക്ഷ കഴിഞ്ഞില്ലേ അവൾക്ക്? കഴിഞ്ഞിട്ടില്ല. അവള് ഭാഗ്യലക്ഷ്മി അന്വേഷിച്ചിരുന്നു. എന്നെയോ? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന് തോന്നുന്നു. എന്താ സൈമ? അവളുടെ മനസ്സിന് കാര്യമായിട്ട് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സൈമണോടുള്ള ദേഷ്യമൊക്കെ മാറിയോ അവൾക്ക്? എന്നോട് മാത്രമല്ല, ഭാഗ്യലക്ഷ്മിയോടുള്ള ദേഷ്യവും മാറിയതുപോലെ അവളുടെ സംസാരം. എന്നോട്? ഭാഗ്യലക്ഷ്മിക്ക് സുഖമാണോ, അവളെ വിഷമിപ്പിച്ചതിൽ കുറ്റബോധം തോന്നുന്നു, മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞു. മാപ്പ് പറയാനോ? എന്നോടോ? എന്തിന്? അറിഞ്ഞോ അറിയാതെയും ഭാഗ്യലക്ഷ്മി അവൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ളതല്ലേ. ഞാൻ അതെല്ലാം അപ്പോഴേ മറന്നു. നന്നായിട്ട് പരീക്ഷ എഴുതാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊക്കെ എന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെ പറ്റി സൈമൺ ഒന്നും പറഞ്ഞില്ല. എത്ര ദിവസമെന്ന് കരുതിയ ഒറ്റയ്ക്ക് വെച്ചുണ്ടാക്കി കഴിക്കുന്നത്? അതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. സൈമണിന്റെ കാര്യം ഓർത്തുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. എന്നാൽ ആ സങ്കടങ്ങളൊക്കെ ഉടനെ തീരാൻ പോവാ. എന്താ സൈമ? നിന്റെ പ്രാർത്ഥന ഫലിക്കാൻ പോകുന്ന പോലൊരു തോന്നൽ. എന്താ, സൈമണിന് വല്ല ജോലിയും ശരിയായോ? സ്വന്തമായൊരു ബിസിനസിന്റെ കാര്യം ആലോചനയിലുണ്ട്. അല്ല, അതിന് കാശ് വേണ്ടേ സൈമ? കാശ് റസാക്ക് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ദേവി, സൈമണിന് നല്ലതേ വരൂ. എല്ലാം ഒന്ന് കലങ്ങിത്തെറിഞ്ഞു വരുന്നത് പോലുണ്ടല്ലേ. എല്ലാം ശരിയാവും. ഭക്ഷണം കഴിച്ചെങ്കിൽ സൈമൺ കിടന്നോളൂ. രാവിലെ എഴുന്നേറ്റ് പോണ്ടേ? അവിടെ നിന്റെ കാര്യം ആലോചിച്ചിട്ട് ഒരു മനസമാധാനവും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വിളിച്ചത്.
പഴയതുപോലെ അല്ല സൈമ. അമ്മയ്ക്കിപ്പോ എന്നോട് വലിയ സ്നേഹമാ. എനിക്കിപ്പോ എന്റെ സ്വന്തം അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെയാ. എനിക്കത് കേട്ടാ മതി. നിനക്കവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് അറിഞ്ഞാലേ എനിക്കിവിടെ സുഖമായി ഉറങ്ങാൻ കഴിയൂ. സൈമൺ കിടന്നോളൂ. ശരി, എന്നാ ഞാൻ നാളെ വിളിക്കാം. ശരി. കൃഷ്ണനുണ്ണി, അമ്മേ, അമ്മേ. എന്താ മോളെ? എന്താ എന്താ ഉണ്ടായത്? ഇനി എന്താ ഉണ്ടാവേണ്ടത്? നീ കാര്യം പറ. മരിച്ച് മണ്ണടിഞ്ഞവർ മുഴുവൻ ഉയർത്തെഴുന്നേറ്റ് വരാൻ തുടങ്ങിയിരിക്കുന്നു. എന്താ? കൃഷ്ണനുണ്ണി ചത്തിട്ടില്ല, ജീവനോടെ ഇരിപ്പുണ്ട്. അപ്പോ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് സത്യമാണ്. തള്ളി താഴെ ഇട്ടത് അബദ്ധമായിപ്പോയി. വെട്ടി നുറുക്കി തുണ്ടം തുണ്ടായിട്ട് എറിയണമായിരുന്നു അയാളെ. മോളെ, എന്താ ഒരു താക്കീത്? അമ്മ പറഞ്ഞിട്ടല്ലേ അന്ന് അയാളെ കൊക്കയിലേക്ക് തള്ളിയിട്ടത്. എന്നിട്ടിപ്പോ ഒന്നും അറിയാത്തതുപോലെ കാല് മാറുന്ന കണ്ടില്ലേ? അത് അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ അമ്മയ്ക്കിപ്പോ കുറ്റബോധം തോന്നുന്നുണ്ടെന്ന്. ഒരുപാട് ഒരുപാട് ചെയ്തതെല്ലാം തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം അവന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. എന്നാ ഇനി അയാളെ എന്റെ മാത്രമല്ല നിങ്ങളുടെ ഉറക്കം കെടുത്തു. അതിനു വേണ്ടിയാ ചത്തടത്ത് നിന്ന് പൊങ്ങി വന്നത്. മരിക്കുമെന്ന് 100% ഉറപ്പുണ്ടായിട്ടും അയാൾ എങ്ങനെ ജീവനോടെ തിരിച്ചു വന്നു? അത് അവന്റെ ആയുസ് നിശ്ചയിക്കുന്നത് നമ്മളല്ലല്ലോ. ദൈവം കൃഷ്ണനുണ്ണിയുടെ ആയുസ് നീട്ടിക്കൊടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ അയാൾ ഉണ്ടാക്കാൻ പോകുന്നെന്ന് ആർക്കറിയാം? വിഷമിക്കാതിരിക്കെ. ഒരർത്ഥത്തിൽ അവന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമല്ലേ മോളെ? ഭാഗ്യോ? ഏതർത്ഥത്തില്? ഏതർത്ഥത്തിലാ അയാളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്ന് അമ്മ പറയുന്നത്? പതുക്കെ. അയാള് തിരിച്ചു വന്നാ നിങ്ങൾക്കൊന്നുമില്ലല്ലോ. കൃഷ്ണനുണ്ണി തിരിച്ചു വന്നാ പരമേശ്വരി അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. എല്ലാം ചെയ്തത് ഞാനല്ലേ? എല്ലാ കുറ്റവും എന്റെ തലയിലായിരിക്കുമല്ലോ വന്ന് വീഴാൻ പോകുന്നത്. കാരണം കൃഷ്ണനുണ്ണിയെ കൊന്നത് ഞാനാണല്ലോ. ഈ കൈ കൊണ്ടാണല്ലോ അയാളെ കൊല്ലാൻ ശ്രമിച്ചത്. പക്ഷെ അമ്മ ഒന്നോർത്തോ, കൊലപാതക ശ്രമത്തിനുള്ള ശിക്ഷ നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ. അതിന്റെ പേരിൽ എന്ത് ശിക്ഷ കിട്ടിയാലും നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. നിങ്ങൾക്ക് പ്രായമായല്ലോ, കുറച്ചു കാലം കൂടെ അല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ ചെറുപ്പാ. എനിക്കിനി ജീവിതം ബാക്കിയുണ്ട്. ഒരു കൊലപാതക ശ്രമത്തിന്റെ പേരിൽ നരകിച്ച് തീർക്കാനുള്ളതല്ല എന്റെ ജീവിതം. നീ ക്ഷമിക്കും മോളെ. എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അയാളുടെ വരവിന്റെ ഉദ്ദേശം എന്താണെന്നറിയാതെ ഞാൻ എങ്ങനെയാ ക്ഷമിക്കേണ്ടത്? കൃഷ്ണനുണ്ണി ജീവിച്ചിരിപ്പുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞപ്പോ നീ വിശ്വസിച്ചിരുന്നില്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്നതോ വിശ്വസിക്കാത്തതോ അല്ല പ്രശ്നം. ഇനി എന്ത് ചെയ്യും അത് പറ. കൃഷ്ണനുണ്ണിയെ കൂട്ടിക്കൊണ്ടുവരണം. അത് തന്നെ അമ്മ വേണ്ടത്.
മരിച്ചുപോയി എന്ന് പറഞ്ഞിരുന്ന ഭർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടാ അയാളെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരണ്ടേ? തിരിച്ചു വന്നിരിക്കുന്നതേ എന്റെ ഭർത്താവാ. അയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണോ നാട്ടിൽ നിന്ന് തന്നെ ആട്ടി ഓടിക്കണോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. കൃഷ്ണനുണ്ണി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഓ, അപ്പൊ പിന്നെ പഴയ കാമുകനും കാമുകിക്കും സുഖമായിട്ട് ഇവിടെ അങ്ങ് കഴിയാലോ. ശിവകാമി, അരുതാത്തത് പറയരുത്. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറഞ്ഞത്. എന്നെ ഉപദേശിക്കുന്നോ? എന്നെ ഉപദേശിക്കാൻ നീ ആരാടി? ഉപദേശിക്കുന്നില്ല, അപേക്ഷയാണ്. കൃഷ്ണനുണ്ണി ഒരു പാവം. അറിഞ്ഞോ അറിയാതെയോ നീ കൃഷ്ണനുണ്ണിയോടോ കൃഷ്ണനുണ്ണി നിന്നോടോ എന്തേലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്ന് നീ കൃഷ്ണനുണ്ണിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അതേ മോളെ, എന്തൊക്കെയായാലും അവൻ നിന്റെ ഭർത്താവല്ലേ. നിന്റെ തെറ്റ് അവൻ ക്ഷമിക്കും. അത് ഈ അമ്മയ്ക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് എനിക്കൊട്ടുമില്ല. എനിക്ക് കിട്ടേണ്ടത് മുഴുവൻ വേലക്കാരിയായ ഇവളുടെ പേരിൽ തീരെഴുതി കൊടുത്ത ആളാ എന്റെ ഭർത്താവ്. അയാൾ മരിച്ചു എന്ന് കേട്ടപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു, ഒരുപാട് സമാധാനം തോന്നി എനിക്ക്. എന്നിട്ടിപ്പോ ചത്തടുത്തുനിന്ന് പിന്നെ എഴുന്നേറ്റ് വന്നിരിക്കുന്നു ബാക്കിയുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കാൻ. കൃഷ്ണനുണ്ണി കാരണം നിന്റെ ജീവിതത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? എനിക്കറിയാം, നീ എന്ത് തെറ്റ് ചെയ്താലും അത് ക്ഷമിക്കാനുള്ള കഴിവ് കൃഷ്ണനുണ്ണിക്കുണ്ട്. ശിവകാമി, നീ കൃഷ്ണനുണ്ണിയെ ചെന്നൊന്ന് കാണണം. നീ പോയി വിളിച്ച കൃഷ്ണനുണ്ണി എന്തായാലും വരും. എങ്ങനെയെങ്കിലും കൃഷ്ണനുണ്ണി ഇവിടെ എത്തിക്കണം. കൊള്ളാം കാമുകിയുടെ ബുദ്ധി. ഞാൻ അങ്ങനൊന്നും അല്ല ഉദ്ദേശിച്ചത്. കൃഷ്ണനുണ്ണിയെ നീ കൂട്ടിക്കൊണ്ടുവന്ന അന്ന് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഒഴിവായി തന്നോളാം. നീ എവിടെയും ഒഴിവാകണ്ട. അയാൾ എവിടേക്കാ കൊണ്ടുപോകേണ്ടതെന്ന് എനിക്കറിയാം. അവിടേക്ക് തന്നെ ഞാൻ അയാളെ കൊണ്ടുപോകും. എങ്ങോട്ട് കൊണ്ടുപോകും? കാലപുരിക്കോ? കാലപുരിക്കെങ്കിൽ കാലപുരിക്ക്. കാളിയാടൻ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. കൃഷ്ണനുണ്ണി, നഷ്ടപ്പെട്ടവന്റെ തിരിച്ചുവരവ്, അതും വേഷപ്രച്ഛന്നനായി തല മുണ്ടനം ചെയ്തിരിക്കുന്നു. മോളെ, ആള് അവൻ തന്നെയാണെന്ന് വല്ല നിശ്ചയവും ഉണ്ടോ? തലമുണ്ടനല്ല, തല ഇല്ലാതെ എഴുന്നള്ളി വന്നാലും കൃഷ്ണനുണ്ണിയെ ഞാൻ തിരിച്ചറിയും. പരസ്പരം സ്നേഹവും വിശ്വാസവും ഒക്കെ ഉള്ള ദമ്പതിമാർ അങ്ങനെ തന്നെ ആയിരിക്കണം. ദ്രോഹമുള്ളവരും ദ്രോഹം മാത്രമേ ഉള്ളൂ. അന്നും ഇന്നും എന്നും എനിക്ക് അയാളോട്. ഇത്രയും ആഴത്തി വീണൊരാൾ ജീവനോടെ തിരിച്ചു വരിക, അതാ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. അതിനെ ആയുസിന്റെ ബലം എന്നാണ് പറയുന്നത്. പോലീസ് അന്വേഷിച്ച് നടന്നിട്ടും തിരച്ചിൽ നടത്തിയിട്ടും അവനെ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചിട്ടില്ലായിരുന്നുവെന്ന് അന്നേ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ ചെറിയമ്മാവ, ആ കൊക്കയിൽ വീണ ഒരാളെ പോലും ജീവനോടെ തിരിച്ചു കിട്ടിയ ചരിത്രമില്ല. എന്തായാലും കൃഷ്ണനുണ്ണിയുടെ തിരിച്ചുവരവ് അത് മോക്ക് സുഖകരമാവില്ല. എന്നെ വകവരുത്താൻ വേണ്ടി തന്നെയുള്ള വരവായിരിക്കും അത്. ആ ഒരു ലക്ഷ്യം മാത്രമേ അയാളുടെ ഉള്ളിൽ കാണൂ. അല്ലെങ്കിൽ വേഷം മാറി നടക്കേണ്ട കാര്യമുണ്ടോ? കൃഷ്ണനുണ്ണി ഇവിടെ അടുത്തെവിടെ ഉള്ളതായി ആ കരിങ്കണ്ണി പറഞ്ഞപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതാണെന്നാ വിചാരിച്ചത്. എത്രയും വേഗം അവന്റെ വാസസ്ഥലം കണ്ടുപിടിച്ച് വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കണം. അതിനെന്താ വഴി? ഒരു അഭിമുഖം അനിവാര്യമാണ്. നിങ്ങൾ രണ്ടുപേരും മുഖാമുഖം കാണണം. ചെറിയമ്മാവ, അത് വേണം. കൃഷ്ണനുണ്ണിയും ശിവകാമിയും ഉല്ലാസയാത്രയിൽ പിരിഞ്ഞതിനു ശേഷം ഒരിക്കൽ കൂടി കണ്ടേ മതിയാവൂ. അതാണ് ആദ്യം വേണ്ടത്. ഉള്ളറിയാൻ അതാണ് ഉചിതം. അവൻ നിന്നെ കാണാൻ വരുന്നതിനു മുമ്പ് അവിടെ ചെന്ന് നീ അവനെ കാണും. ശത്രുവിനെ അവന്റെ മടയിൽ ചെന്ന് നേരിടുന്നതാണ് ബുദ്ധി. അതിന് അയാൾ എവിടെ താമസിക്കുന്നതെന്ന് അറിയില്ലല്ലോ. എവിടെയായാലും പോയി തിരഞ്ഞ് കണ്ടുപിടിക്കണം. അതാണ് വേണ്ടത്. അവൻ ഈ നഗരത്തിൽ തന്നെ ഉണ്ടല്ലോ.
പക്ഷേ എവിടെ എവിടെ ചെന്ന് അന്വേഷിക്കും? മോളെ, നഷ്ടപ്പെട്ടതേ തിരിച്ചെടുക്കാനാവൂ. അന്വേഷിക്കാതെ ഒന്നും കണ്ടെത്താനും ആവില്ല. അന്വേഷിക്കേ, അവനെ കണ്ടെത്താൻ മോക്ക് കഴിയും. എക്സ്ക്യൂസ് മീ, ഇവിടെ ഒരു കൃഷ്ണനുണ്ണി താമസിക്കുന്നുണ്ടോ? റൂം നമ്പർ അറിയോ? ഇല്ല, ഒരു നിമിഷം. സോറി, കൃഷ്ണനുണ്ണി എന്ന പേരിൽ ഒരാളിവിടെ മുറിയെടുത്തിട്ടില്ല. അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇവിടെ തന്നെയാ കൃഷ്ണനുണ്ണി താമസിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരാളില്ലെന്ന് പറഞ്ഞില്ലേ? ഇയാൾ എപ്പോഴെങ്കിലും ഇവിടെ വരികയോ റൂം എടുക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഇപ്പം മുടിയൊന്നുമില്ല. ഓ, ഇദ്ദേഹം. സാർ ഇവിടെയുണ്ട്. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? സാറിന്റെ ആരാ? ഒരു ഫ്രണ്ടാ. ഗുഡ് മോർണിംഗ് സർ. സാറിനൊരു ഗസ്റ്റ് ഉണ്ട്. ഫ്രണ്ടാണെന്നാ പറഞ്ഞത്. എന്താ പേര്? ശിവ. ശിവഗംഗ. ശിവഗംഗ. ഓക്കെ സർ. കയറി ചെല്ലാൻ പറഞ്ഞു. റൂം നമ്പർ എത്രയെന്നാ പറഞ്ഞേ? 110, സെക്കൻഡ് ഫ്ലോറിലെ. മരിച്ചുപോയവരൊക്കെ ജീവിച്ചെഴുന്നേറ്റ് വരുമ്പോ ജീവിച്ചിരിക്കുന്നവരൊക്കെ മരിക്കേണ്ടി വരുമല്ലോ സാറേ. ആരാ? മനസ്സിലായില്ല. പിന്നെന്തിനാ കയറി വരാൻ അനുവാദം കൊടുത്തത്? ഒരു ഫ്രണ്ട് കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു, വരാൻ പറഞ്ഞു. ശിവഗംഗ എന്നല്ലേ പേര് പറഞ്ഞത്? ശിവഗാമി എന്ന് പറഞ്ഞ കൃഷ്ണനുണ്ണി മുഖം കാണിക്കാൻ അവസരം തരില്ല എന്ന് തോന്നി. ശിവഗാമിയോ? എന്താ, അങ്ങനെ ഒരാളെ അറിയില്ലേ? ഇല്ല. ഇല്ലേ? നിങ്ങൾ എന്തിനാ വന്നേന്ന് വെച്ചാ എളുപ്പം പറഞ്ഞിട്ട് പോ. എനിക്ക് വേറെ ജോലിയുണ്ട്. ഈ ജോലി എന്താന്ന് ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. പ്രതികാരം ചെയ്യാനോ വക വരുത്താനോ ആണ് ഉദ്ദേശമെങ്കിൽ ഒരു മുൻകരുതൽ നല്ലതാണല്ലോ. മനസ്സിലായില്ല. മനസ്സിലാവില്ല. ശിവഗാമി എന്നൊരാളെ പരിചയമില്ലാത്ത ആളല്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറയുന്നതൊന്നും നിങ്ങക്ക് മനസ്സിലാവില്ല. എന്തായാലും ഒടുക്കത്തെ ആയിസ സാറിന് ചത്ത് കിടന്നിടത്തുനിന്നല്ലേ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്ന. കുറച്ചു നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. നിങ്ങൾ ആരാ എന്താന്ന് പോലും എനിക്കറിയില്ല. ദേവി ഏത് ശല്യം ചെയ്യാതെ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? എല്ലാ ശല്യവും ഒരു ദിവസം ഞാൻ അവസാനിപ്പിച്ചതാ. ഇനിയും ശിവഗാമിയെ പൊട്ടം കളിപ്പിക്കാനാ ഭാവമെങ്കിൽ അത് നടക്കില്ല. ദേ നോക്ക്, നിങ്ങൾക്ക് ആള് തെറ്റിയതാവും. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൃഷ്ണനുണ്ണി അല്ല. 1.5 വർഷം കൂടെ ഒരുമിച്ച് താമസിച്ചവനെ ശിവഗാമി അങ്ങനെ എളുപ്പം മറക്കില്ല. അതിന് ഒരുമിച്ച് താമസിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. വെറുപ്പായിരുന്നില്ലേ? അതുകൊണ്ട് 1.5 വർഷം വെറുത്ത് നടന്നവനെ എന്ന് പറയുന്നതാ ഭംഗി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്കെന്താ വേണ്ടത്? അതറിയാനാ ഞാൻ നിങ്ങളെ അന്വേഷിച്ചു വന്നത്. ഫ്രണ്ടാണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ അകത്തോട്ട് കയറി വരാൻ പറഞ്ഞത്. അപ്പോ കഴിഞ്ഞതൊന്നും നിങ്ങൾക്കിപ്പോ ഓർമ്മയില്ല? എന്റെ ഓർമ്മയ്ക്ക് തൽക്കാലം ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകും. 1-2 മാസങ്ങൾക്ക് മുൻപ് നമ്മളൊരു യാത്ര പോയിരുന്നു. കൊല്ലാനാ കൊണ്ടുപോയത്. ഈ സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാർ വിവാഹം കഴിഞ്ഞ് നടത്തുന്ന ഒരു ഉല്ലാസയാത്രയുണ്ടല്ലോ, നമ്മൾ ആ ട്രിപ്പ് നടത്താൻ കുറച്ച് കാലതാമസം വരുത്തി. മറ്റൊന്നും കൊണ്ടല്ല,
പരസ്പരം അത്രയ്ക്ക് സ്നേഹമായിരുന്നല്ലോ, അതുകൊണ്ടാ. അതെ, നിങ്ങൾ ഈ പറയുന്നതും ഞാനും തമ്മില് യാതൊരു ബന്ധവുമില്ല. ബന്ധമില്ലാതെ സംസാരിക്കുന്നത് നിങ്ങളാ. എന്റെ ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ആള് മാറിയതാണ്. കാളിയാർ മഠത്തിലെ ശിവകാമിയെ ഓർമ്മയില്ല? ഏത് കാളിയാർ മഠം? ഏത് ശിവകാമി? അവരെയൊന്നും ഓർമ്മ കാണില്ല. പക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവളെ നിങ്ങൾ മറക്കില്ലല്ലോ. ഏത് കൊക്കയില് വീണ് തല പൊട്ടി ചിതറിയാലും അവളെ നിങ്ങൾ മറക്കില്ല. നിങ്ങളുടെ ഭാഗ്യലക്ഷ്മിയെ. എന്താ ആ പേര് ഓർമ്മയില്ലേ? നിങ്ങളൊന്ന് പുറത്തു പോകുന്നുണ്ടാവും. അതോ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കണോ? പേടിപ്പിച്ചോടിച്ച കാര്യം കഴിഞ്ഞല്ലോ അല്ലേ? ഏതായാലും സെക്യൂരിറ്റി ഒന്നും വിളിക്കണ്ട, ഞാൻ പോയി തന്നേക്കാം. സ്വന്തം ഭാര്യയെ തിരിച്ചറിയില്ലെന്ന് മാത്രം പറയരുത്. നിങ്ങളോട് പുറത്തു പോകാനാ പറഞ്ഞത്. ഒരു ഗസ്റ്റിന് തരേണ്ട എല്ലാ മര്യാദയും ഞാൻ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എന്റെ ക്ഷമയെ പരീക്ഷിക്കാനാണ് ഭാവമെങ്കിൽ ഇല്ല. പരീക്ഷണം കണ്ടെത്തലും എല്ലാം മതിയാക്കി ഞാൻ ഇറങ്ങുക. എനിക്ക് ആള് മാറിപ്പോയതാ, ക്ഷമിക്കണം. ഞാൻ ഉദ്ദേശിച്ച ആള് വേറെയാ. സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് മുഴുവൻ വേലക്കാരിക്ക് അടിയറവ് വെച്ച ഒരു പെൺകൊന്തൻ കൃഷ്ണനുണ്ണിയെ. മറ്റുള്ളവരുടെ സമയം മെനക്കെടുത്താൻ വേണ്ടി ഓരോരുത്തരും ഇറങ്ങിക്കോളും. നീ അവനെ കണ്ടോ? കണ്ടെന്ന് മാത്രമല്ല, സ്ഥിരബുദ്ധിയുള്ളവനാണെങ്കിൽ അവന് മനസ്സിലാകുന്ന സകല രീതിയിലും ഞാൻ പറഞ്ഞു നോക്കി. ദൈവത്തിനെ കുടിയിരുത്തി പാലൂട്ടി വളർത്തിയതുകൊണ്ട് കാര്യമായില്ല. ദൈവം ഇപ്പോ എന്റെ കൂടെയാ. ദൈവത്തിനറിയാം ആരുടെ ഭാഗത്താ ശരിയെന്ന്. അതുകൊണ്ടാ ജീവനോടെ തിരിച്ചു വന്നിട്ടും കൃഷ്ണനുണ്ണിക്ക് എന്നെ തിരിച്ചറിയാതെ പോയത്.